ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. കോട്ടയത്തെ പിക്കപ്പ് ലോറി കൊക്കയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. ദേശീയപാതയിൽ മുണ്ടക്കയം 35 മൈൽ മരുതുംമൂടിന് സമീപത്താണ് അപകടമുണ്ടായിരിക്കുന്നത്. നിയന്ത്രണം വിട്ട ലോറി കാറിലും ബൈക്കിലും ഇടിച്ച ശേഷം 200 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അജിത് ബാബു ഉണ്ട് വിവരങ്ങളുമായി. അജിത്ത്, എന്തൊരു ദൃശ്യങ്ങളാണിത്! 200 അടി താഴ്ചയിലേക്കാണ് മറിഞ്ഞിരിക്കുന്നത്. ഇതെന്താ, വാഹനം അമിത വേഗതയിലായിരുന്നോ? ഈ വാഹനത്തിനുള്ളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? പരിക്കൊക്കെ ഗുരുതരമാണോ? ഷാമിലി, ഈ സിനിമയിലൊക്കെ പല ക്യാമറകൾ വെച്ച് ദൂരത്തു നിന്ന് ഷൂട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥ ജീവിതത്തിലാണ്. വാഹനം മറിഞ്ഞു വരുന്ന ദൃശ്യങ്ങൾ, അതും ഓരോ മടക്കുകളിൽ നിന്ന് മറിഞ്ഞ് വീണ്ടും താഴേക്ക് വീഴുന്നതും അവിടെ നിന്ന് വരുന്നതും ഒക്കെ ദൂരെ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണുള്ളത്. ഇതിൽ 2 പേരുണ്ടായിരുന്നു. 2 പേരും ഇതര സംസ്ഥാന ജീവനക്കാരാണ്, ഒഡീഷ സ്വദേശികളാണ്. അവർക്ക് 2 പേർക്കും പരിക്കേറ്റു. ഇവരെ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ സംഭവം ഈ 200 അടിക്ക് മുകളിൽ താഴ്ചയുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. ഇന്ന് രാവിലെ 10:30 കൂടിയായിരുന്നു ഈ അപകടമുണ്ടായത്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് മൈദയുമായിട്ട് കുമളി ഭാഗത്തേക്ക് പോയ പിക്കപ്പ് ലോറിയും പെരുവന്താനം ഭാഗത്തു നിന്ന് വന്ന ബൈക്കിലും കാറിലും ഇടിച്ച ശേഷമാണ് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് താഴേക്ക് മറിയുന്ന പശ്ചാത്തലമുണ്ടായത്. ഇത് ഈ പ്രദേശം ഇടുക്കിയുടെ പരിധിയിലാണ് വരുന്നത്. ഏതാണെങ്കിലും മുണ്ടക്കയം കോട്ടയം ഇടുക്കി ബോർഡറാണ്. വലിയ അപകടമാണ്. ആ ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതിന്റെ വലിപ്പം. ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് വൈകുന്നേരത്തോടു കൂടി വ്യക്തമായ വിവരം പറയാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ശരി, എന്തായാലും ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. ശരി, അജിത് ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.